നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന LDC പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക. ഹി വെന്റ് ടു ബാർബർ ഷോപ്പ് ടു ഡാഷ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കട്ട് ഹിസ് ഹെയർ, ഗെറ്റ് കട്ട് ഹിസ് ഹെയർ, കട്ട് ഹിസ് ഹെയർ ഗെറ്റ്, ഗെറ്റ് ഹിസ് ഹെയർ കട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? ബാർബർ ഷോപ്പിൽ പോയി. എന്തിനു വേണ്ടിയാ? തലമുടി വെട്ടിക്കാൻ. നമ്മൾ മലയാളത്തിൽ തലമുടി വെട്ടിക്കാൻ എന്നാണ് പറയുന്നത്, തലമുടി വെട്ടാൻ പോയെന്നാണ് പറയുന്നത്. നമ്മൾ സ്വയം വെട്ടുകയല്ലോ അല്ലെ ബാർബർ ഷോപ്പ്. നമുക്ക് സ്വയം വെട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വെട്ടിയാൽ മതി, ബാർബർ ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? വെട്ടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥമാണ് വേണ്ടത്. തലമുടി വെട്ടിക്കാൻ പോകുന്നു എന്നൊരർത്ഥമാണ് വരേണ്ടത്. അങ്ങനെ അർത്ഥം വരുന്നത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏത് ഓപ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കട്ട് ഹിസ് ഹെയർ എന്നാണോ, അതോ ഗെറ്റ് കട്ട് ഹിസ് ഹെയർ എന്നാണോ, അതോ കട്ട് ഹിസ് ഹെയർ ഗെറ്റ് എന്നാണോ, അതോ ഗെറ്റ് ഹിസ് ഹെയർ കട്ട് എന്നാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും കാര്യം നമുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ ചെയ്ത് കിട്ടുവാൻ വേണ്ടി നമ്മൾ പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് ഗെറ്റ്. അതായത് ഈ പറയുന്ന ടു കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഗെറ്റിൽ തുടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട് അങ്ങനെ ഗെറ്റിൽ തുടങ്ങുന്നത്. ഒന്ന് ഗെറ്റ് ഹട്ട് ഹിസ് ഹെയർ എന്നും അടുത്ത് ഗെറ്റ് ഹിസ് ഹെയർ കട്ട് എന്നും കിടപ്പുണ്ട്. നമ്മൾ ഇങ്ങനൊരു സാഹചര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗെറ്റിന് ശേഷം പിന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എന്താണ് വെട്ടാൻ പോകുന്നത്? നമ്മുടെ തലമുടിയാണ്. അങ്ങനെ തലമുടി എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ വരേണ്ടത്. അവിടെ ഒബ്ജക്റ്റ് നമ്മുടെ സഹായത്തിനനുസരിച്ച് മാറി വരാം. പക്ഷെ ഇവിടെ നമ്മൾ തലമുടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഗെറ്റിന് ശേഷം ഈ ഒബ്ജക്റ്റ് വരണം. അതിനുശേഷം എന്ത് വരണം? ഏത് വെർബാണോ ആ വെർബിന്റെ V3 ആയിരിക്കണം വരേണ്ടത്. ഇവിടെ നോക്കാം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? കണ്ട് ഈ ഓപ്ഷൻസ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അതായത് ഗെറ്റ് ഹിസ് ഹെയർ കട്ട് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഗെറ്റ് വന്നു, പിന്നെ എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് വന്നു. അതിനുശേഷം എന്ത് വന്നു? കട്ട് വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ എന്താണ്? V3 ഫോമാണ്. അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം വരേണ്ട വെർബ് ഏത് ഫോമിലായിരിക്കണം? V3 ഫോമിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടുവാൻ വേണ്ടി അത്തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളവിടെ ഗെറ്റ് ആദ്യം വരണം. അതിനുശേഷം എന്ത് വരണം? ഒബ്ജക്റ്റ് വരണം. അതിനുശേഷം വെർബ്. ആ വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? V3 ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഷീ ഡാഷ് ഹെർ റൂം ക്ലോസ്ഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാഡ് കെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കീപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, കീപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്ത് വരും എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഗെറ്റ് തുടങ്ങുന്ന സംഭവമാണല്ലേ പറഞ്ഞത്. അതുപോലെ അതേ രീതിയിൽ വരുന്നതാണ് കീപ്പ് തുടങ്ങുന്ന, കീപ്പ് എന്നുള്ള വെർബിൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ലീവ് എന്ന് പറയുന്ന വെർബിൽ തുടങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനുശേഷം, അതായത് കീപ്പിനോ അല്ലെങ്കിൽ ലീവിനോ ഒക്കെ ശേഷം ഒരു ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെ തുടർന്ന് വരേണ്ട ഭാഗം, തുടർന്ന് വരേണ്ട വെർബ് എങ്ങനെയായിരിക്കണം? അത് V3 ഫോമിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഷീ ഡാഷ് ഹെർ റൂം ക്ലോസ്ഡ്. ഈ ക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? V3 ഫോമാണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മുടെ നോക്കുക ഓപ്ഷൻസ് കെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാഡ് കെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കീപ്പിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, കീപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡ് കെപ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കീപ്പിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ഫോം ആണ്. കീപ്സ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലെ, അതായത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ കെപ്റ്റ് സിമ്പിൾ പാസ്റ്റ്. അതുപോലെ തന്നെ ഹാഡ് കെപ്റ്റ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അതുപോലെ കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് ജെറണ്ട് ഫോം ആണ്. കീപ്സ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ഏത് വെർബ് വരും എന്നുള്ളതാണ്. പലരും ഈ ക്ലോസ്ഡ് എന്ന് പറയുന്ന സംഭവം V3 ഫോമിനെ V2 ആയിട്ട് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തെറ്റിച്ചാലുള്ള കുഴപ്പം എന്താ? നമ്മൾ ഈ ഇതിന്റെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെന്ന് കരുതിക്കൊണ്ട് പലരും എന്ത് ചെയ്യും? ഈ കെപ്റ്റ് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കെപ്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു നിയമമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ, അല്ലെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ സെന്റൻസിലാണെങ്കിൽ അവിടെ നമുക്കൊരു വെർബ് ഫോം എഴുതേണ്ടി വരികയാണെങ്കിൽ, ഒരു ടെൻസ് ഫോമുള്ള വെർബ് എഴുതേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെന്റൻസിൽ
ഏതെങ്കിലും ടൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് നോക്കണം. തന്നിരിക്കുന്ന സെന്റൻസിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടൈമിംഗ് വേർഡൊന്നും തന്നിട്ടില്ല. അങ്ങനെ ടൈമിംഗ് വേർഡ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിവിടെ എന്ത് എഴുതണം? പ്രസന്റ് ടെൻസ് എഴുതാൻ പാടുള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ സെന്റൻസിൽ പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് എഴുതാം? സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉള്ള വെർബ് എഴുതാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഷീ ഡാഷ് ഹെർ റൂം ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? ഒരു ടൈമിംഗ് വേർഡ് ഇല്ല. ഏത് ടെൻസിന്റെ? പാസ്റ്റ് ടെൻസിന്റെ ഒരു ടൈമിംഗ് വേർഡ് ഇല്ല. അങ്ങനെ പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ പാസ്റ്റ് ടെൻസ് എഴുതേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് എഴുതാവൂ? അപ്പൊ അങ്ങനെ ടൈമിംഗ് വേർഡ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലെ വെർബ് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് പ്രസന്റ് ടെൻസിൽ തന്നിരിക്കുന്ന ഏതാണ്? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ഈ പറയുന്ന കീപ്സ് എന്ന് പറയുന്ന സംഭവം എഴുതാം. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എങ്ങനെ ആയിരിക്കും? ഷീ കീപ്സ് ഹെർ റൂം ക്ലോസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഹൻ ഡസ് നോട്ട് ലീവ് ഹിസ് വർക്ക്സ് ഡാഷ്. നമ്മൾ ഈ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപോലെ തന്നെ സംഭവമാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സന്ധി വന്നിട്ടുണ്ട്, ലീവ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഈ ലീവിന് ശേഷം പിന്നെ എന്താ വന്നിരിക്കുന്നത്? ഹിസ് വർക്ക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ലീവോ ഗെറ്റോ കീപ്പോ അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരുന്നു. പിന്നീട് നമുക്കൊരു വെർബാണ് എഴുതേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ആ വെർബിന്റെ ഏത് രൂപം എഴുതാവൂ? V3 ഫോമേ എഴുതാവൂ. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് V3 ഫോം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഫിനിഷ് ആണ്, അത് പ്രസന്റൻസ് ആണ്. ഫിനിഷസ് എന്ന് പറയുമ്പോഴും പ്രസന്റൻസ് ആണ്. ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. അത് എയും ബിയും സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാം. ഇനി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക, അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ നമുക്ക് V3 ഫോം ആണ് വരേണ്ടത്. അത് ഫിനിഷ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം. ഫിനിഷ് എന്ന് പറയുന്ന വെർബിന്റെ V2 V3 തന്നെയാണ്, ഒന്ന് തന്നെയാണ്, രൂപത്തിൽ ഒന്ന് തന്നെയാണ് ഫിനിഷ്ഡ്. അപ്പൊ അങ്ങനെ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് V3 ആയിട്ട് കണ്ടുകൊണ്ട് നമുക്കിവിടെ ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസർ എങ്ങനെ വരും? മോഹൻ ഡസ് നോട്ട് ലീവ് ഹിസ് വർക്ക്സ് ഫിനിഷ്ഡ് എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജ് ആൻ എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ, the hospital appointed him undoubtedly എന്നിങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാ? വാസ്, ഈസ്, ബീയിങ്, ഹാവിംഗ് ബീൻ എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്ത് വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അബ്സല്യൂട്ട് കൺസ്ട്രക്ഷനെ കുറിച്ച്. എൻ്റെ ക്ലാസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മളവിടെ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? രണ്ട് സെന്റൻസുകളെ നമുക്ക് എന്ത് ചെയ്യും? രണ്ട് സിമ്പിൾ സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസിലെയും അല്ലെങ്കിൽ രണ്ട് സംഭവത്തിലെയും എന്ത് ചെയ്തിരിക്കണം? സബ്ജക്റ്റ് വ്യത്യാസമായിരിക്കണം, സബ്ജക്റ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രാജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആദ്യത്തെ പാർട്ടിലെ. രണ്ടാമത്തെ പാർട്ടിലെ സബ്ജക്റ്റ് നോക്കുമ്പോൾ ദ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സിമ്പിൾ സെന്റൻസിനെ ആ സിമ്പിൾ സെന്റൻസ് ആയിട്ട് എഴുതാൻ പാടില്ല. ആദ്യത്തെ സിമ്പിൾ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രേസ് ആക്കി മാറ്റണം. അത് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ രാജ് ഡാഷ് ആൻഡ് എക്സ്പീരിയൻസ് ഡോക്ടർ എന്ന് പറയുന്ന ഈ ഭാഗം എന്താണ് ഇവിടെ? ഫ്രേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മെയിൻ ക്ലോസ് ഏതാ? ദ ഹോസ്പിറ്റൽ അപ്പോയിന്റഡ് ഹിം അൺഡൗട്ടഡ്ലി എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. അതായത് രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒറ്റ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാൻ ചെയ്യുന്ന രീതിയാണ് ഇത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സെന്റൻസിനെ എന്ത് ചെയ്യണം? ഒരു ഫ്രേസ് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ ഇതിനെ ഫ്രേസ് ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രേസ് ആക്കി മാറ്റുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഒരു ഫ്രേസിന്റെ പ്രത്യേകത എന്താണ്? ആ ഒരു ഫ്രേസിൽ അല്ലെങ്കിൽ ഏതൊരു ഫ്രേസിലും എന്ത് കാണില്ല? ഒരു ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാവുകയില്ല. ഓക്കെ, ഒരു ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാവുകയില്ല, ഒപ്പം സബ്ജക്റ്റ് ഉണ്ടാവുകയില്ല, പിന്നെ പൂർണ്ണമായ അർത്ഥവും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും ഇവിടെ രാജ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ലേ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നൗണിനാണ് എന്താകാൻ പറ്റുന്നത്? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ ആവാൻ പറ്റുന്നത് എന്തിനാണ്? നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ ഒക്കെയാണ്. ഏതെങ്കിലും ഒരു നൗൺ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊനൗൺ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ആ നൗണിനെയോ പ്രൊനൗണിനെയോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കണം? ടെൻസ് ഫോമുള്ള പ്രവൃത്തി ആയിരിക്കണം. ദാറ്റ് മീൻസ് ടെൻസ് ഫോമുള്ള വെർബ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരേണ്ട കാര്യമില്ല? ടെൻസ് ഫോമുള്ള വെർബ് വേണ്ട. കാരണം ഇതെന്താ? ഒരു ഫ്രേസ് ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ടെൻസ് ഫോമുള്ള വെർബ് വരാതെ ഇരിക്കുമ്പോൾ, ഇവിടെ ടെൻസ് ഫോം ഉള്ള വെർബ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ രാജ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അവിടുത്തെ നൗൺ ആയിരിക്കും. ഒരിക്കലും എന്തായി മാറുന്നില്ല, സബ്ജക്റ്റ് ആയിട്ട് മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ടെൻസ് ഫോം ഇല്ലാത്തൊരു വെർബാണ് നമുക്കിവിടെ വരേണ്ടത്. ഓക്കെ, എന്നാൽ ഇത് എന്തായി മാറത്തുള്ളൂ? ഒരു ഫ്രേസായി മാറുകയുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഈ പറയുന്ന ഓപ്ഷൻസിൽ ടെൻസ് ഫോം ഇല്ലാത്തത് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഏതാണത്? ഈ സിയും ഡിയുമാണ്. അതായത് ബീയിങ്ങും ഹാവിംഗ് ബീനുമാണ് ടെൻസ് ഫോം ഇല്ലാത്ത വെർബ് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയാരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബീയിങ് നമ്മളെപ്പോൾ ഉപയോഗിക്കും? ഹാവിംഗ് ബീൻ എപ്പോൾ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് കാര്യം ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ രീതിയിൽ നടക്കുമ്പോഴാണ് നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹാവിംഗ് ബീനോ, ഇവ തമ്മിൽ കാലതാമസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാവിംഗ് ബീൻ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ബീയിങ് നമുക്ക് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം? ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇതൊരു അവസ്ഥയാണ്, ഒരു കണ്ടീഷനാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ബീയിങ് ഉപയോഗിക്കാം. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബി. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ബീയിങ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ബീയിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും, രാജ് ബീയിങ് ആൻ എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ദ ഹോസ്പിറ്റൽ അപ്പോയിന്റഡ് ഹിം അൺഡൗട്ടഡ്ലി എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? രാജ് ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ആയതുകൊണ്ട് ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്തു? അവനെ നിസ്സംശയം അപ്പോയിന്റ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മഹേഷ് റെഡ് ദ ന്യൂസ് ഡാഷ് ഇൻ ദ ഡെയിലി. എന്ന് വെച്ചാൽ മഹേഷ് ആ പത്രത്തിൽ കണ്ട ന്യൂസ് വായിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. സി, സോ, സി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏത് വരും എന്നാണ് ചോദ്യം. അപ്പൊ നോക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹേഷ് റെഡ് ദ ന്യൂസ് ഡാഷ് ഇൻ ദ ഡെയിലി. അതായത് ആ ഡെയിലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദിനപത്രം നടത്തല, അല്ലെങ്കിൽ പത്രം നടത്തല. അപ്പൊ ആ പത്രത്തിൽ കണ്ട ന്യൂസ് മഹേഷ് വായിച്ചു എന്ന് പറയുന്നത്. അപ്പൊ കണ്ടത് അല്ലെങ്കിൽ കാണപ്പെട്ടത് എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അതായത് ഇവിടെ വരുന്ന വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? V3 ഫോമിലുള്ള വെർബ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്, എന്നാലേ ശരിയാവത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു വെർബ് ഉണ്ട്, റെഡ് എന്ന് പറയുന്നത്. അതിന് ടെൻസ് ഫോം ഉണ്ട്. ഇനി ഈ ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ന്യൂസ് എവിടെ കാണപ്പെട്ടതാ? ഈ പറയുന്ന ഡെയിലി. അങ്ങനെ കാണപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഏത് ഫോമുള്ള വെർബ് ആയിരിക്കണം? V3 ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ V3 ഫോമുള്ള വെർബ് ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, സി എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ഉള്ള വെർബാണ്. സോ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. സീങ് എന്ന് പറയുമ്പോൾ ജെറണ്ട് ആണ്. ഇനി സിയുടെ V3 ഫോം ഏതാണ്? സീനാണ്. ഓക്കെ, സീ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ മഹേഷ് റെഡ് ദ ന്യൂസ് സീൻ ഇൻ ദ ഡെയിലി എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെർ സാരി ഡാഷ് കോസ്റ്റഡ് ദ എർത്ത് എന്നാണോ, കോസ്റ്റ് എർത്ത് എന്നാണോ, കോസ് എർത്ത് എന്നാണോ, അതോ കോസ്റ്റ് ദ എർത്ത് എന്നാണോ? ഇതൊരു ഇഡിയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ സാരി വളരെ എക്സ്പെൻസീവ്, വളരെ കോസ്റ്റ്ലി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി എന്ന അർത്ഥം വരുന്ന ഇഡിയം ഏതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്തായിരിക്കും? കോസ്റ്റ് ദ എർത്ത് എന്നാണ്. എന്താണ്? കോസ്റ്റ് ദ എർത്ത് എന്നാണ് അതിന്റെ കറക്റ്റ് ഇഡിയം. അപ്പൊ അങ്ങനെ ഇവിടെ ഏത് വരും? ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കോസ്റ്റ്. ഹർ സാരി എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് തുടർന്ന് വരേണ്ട ഭാവവും സിംഗുലർ ആയിരിക്കണം. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം കോസ് എന്നാവണം. COSTS എന്ന് വരണം. അങ്ങനെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഏത്? സി. പക്ഷെ സിയിൽ നമുക്ക് കോസ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ദായും കൂടെ വരണം. എന്നാൽ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തില്ല? ദ എന്ന് പറയുന്ന സംഭവം ഇല്ല. അങ്ങനെ അത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇനി പാസ്റ്റ് ടെൻസിൽ കോസ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് V2 V3 എന്ത് തന്നെയാണ്? കോസ്റ്റ് തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കോസ്റ്റഡ് എന്നും നമ്മൾ പറയത്തില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ട. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാ? ഈ പറയുന്ന കോസ്റ്റ്. പക്ഷെ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോഴും അവിടെ എന്തില്ല? ദ ഇല്ല. അപ്പൊ അങ്ങനെ ഈ ബിയും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇനി നമുക്ക് എഴുതാൻ പറ്റുന്ന ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കോസ്റ്റ് ദ എർത്ത്. കോസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. പിന്നെ ദ എർത്ത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹർ സാരി കോസ്റ്റ് ദ എർത്ത് എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ കാലമായി മാറും. അപ്പൊ അങ്ങനെ വരും, അവളുടെ സാരിക്ക് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അവളുടെ സാരി വളരെ വിലപിടിപ്പുള്ളതായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് സ്റ്റഡീസ് അബൌട്ട് റോക്സ്.
and soils dash they say is a or an dash. അപ്പോൾ ഇതിവിടെ റിലേറ്റീവ് പ്രൊനൗണും അതുപോലെ തന്നെ വൺ വേർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരുമിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മൈ ഫ്രണ്ട് സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ്. എൻ്റെ സുഹൃത്ത് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? റോക്സിനെയും സോയിൽസിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ആ ഫ്രണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗണാണ് വരേണ്ടത്. വ്യക്തികളെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ നമുക്ക് അറിയാം. ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹൂ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഹുമ്മും ഹൂവും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഹും വരുമോ ഹൂ വരുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ ശേഷം ഇവിടെ വേറൊരു സംഭവം തന്നിട്ടുണ്ട്, ഒരു വെർബ്. ഏതാ? ഈസ് എന്ന് പറയുന്ന സംഭവം. ആ ഈസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒരു വെർബാണ്. അങ്ങനെ വെർബ് വരണമെങ്കിൽ ഈ ഭാഗം വന്നിരിക്കുന്ന എന്തായിരിക്കണം? ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഒരു സബ്ജക്റ്റ് ഫോം ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പം ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ അത് സബ്ജക്റ്റ് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഏതായിരിക്കും? ഹൂ ആയിരിക്കും. ഹും എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് രൂപത്തിലുള്ളതായിരിക്കും. ഹൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഉടമസ്ഥയെ സൂചിപ്പിക്കാൻ നമ്മൾ ഹൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായി, കാരണം ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഈസ് എന്ന് പറയുന്ന അവിടുത്തെ വെർബാണ്. അങ്ങനെ വെർബ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരേണ്ടത്, വ്യക്തികളെ സൂചിപ്പിക്കുന്നത്. അതേതാണ്? ഹൂ ആണ്. അപ്പൊ ഇവിടെ ഹൂ ആണ് വരേണ്ടത്. ഇനി ഹൂ വന്നിരിക്കുന്നത് ഏതൊക്കെയാന്ന് നോക്കുക. സിയും ഡിയുമാണ് ഹൂ വന്നിരിക്കുന്നത്. അതിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ജിയോളജിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അടുത്ത് ആന്ത്രോപോളജിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോക്സിനെയും സോയിൽസിനെയും കുറിച്ച് പഠിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം എന്നിവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏതാണ്? ജിയോളജിസ്റ്റ് ആണ്. ഏതാണ്? ജിയോളജിസ്റ്റ്. അപ്പൊ അങ്ങനെ ഹൂവും ജിയോളജിസ്റ്റും എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മൈ ഫ്രണ്ട് സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ് ഹൂ ദേ സേ ഈസ് എ ജിയോളജിസ്റ്റ് എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിനോണിം ഓഫ് ഗേൾ. ഗേൾ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡിസബിലിറ്റി ആയിരിക്കുമോ, ഗ്രീഡി ആയിരിക്കുമോ, അനോയ് ആയിരിക്കുമോ, കണ്ണിങ് ആയിരിക്കും? അതായിരിക്കും ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അതായത് കണ്ണിങ് എന്നുള്ളതാണ് ഗേളിന്റെ സിനോണിം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അന്റോണിം ഓഫ് ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സ്ക്യൂർ എന്ന് വെച്ചാൽ അവ്യക്തമായ അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്നതൊക്കെയാണ് ഒബ്സ്ക്യൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫേമസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫെമിലിയർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫെയർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫൗൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താ നമുക്ക് ഉചിതമായിട്ടുള്ളതാണ് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഫേമസ് എന്ന് പറയുന്ന ഈ പറയുന്ന വാക്കാണ് നമുക്ക് അന്റോണിയമായിട്ട് ഇവിടെ പരിഗണിക്കാൻ കഴിയുക. അതുകൊണ്ട് നമുക്കിവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് ആൻസർ ആയിട്ട് കണക്കാക്കാം. മിസ്റ്റർ രമേശ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻ ഇംഗ്ലീഷ് ടീച്ചർ, എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്, ബോത്ത് നൺ. അതായത് ആൻ ഇംഗ്ലീഷ് ടീച്ചർ എന്നാണോ അതോ എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണോ അതോ അങ്ങനെ രണ്ടും കൂടെ ആണോ, രണ്ട് രീതിയിലും പറയുമോ അതോ അങ്ങനെ ഒന്നും പറയത്തില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഇംഗ്ലീഷ് ടീച്ചർ എന്ന് എഴുതി വെക്കും. കാരണം നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ. പക്ഷേ ശരിയായ ഉപയോഗത്തിൽ നമ്മൾ അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് മിസ്റ്റേക്കായിട്ട് ഗ്രാമർ റൂൾസ് പറയുന്നു. നമുക്ക് സ്പോക്കൺ ലാംഗ്വേജിലൊക്കെ നമുക്ക് പറയാം ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ. പക്ഷെ എങ്ങനെയാണ് പറയേണ്ടത്? ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. അതായത് മാത്സ് ടീച്ചർ, ഫിസിക്സ് ടീച്ചർ എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. അങ്ങനെ പറയുന്ന പകരം നമ്മൾ എങ്ങനെ പറയാവൂ? ടീച്ചർ ഓഫ് ഫിസിക്സ്, ടീച്ചർ ഓഫ് മാത്സ് എന്നേ പറയാവൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഏത്? എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മിസ്റ്റർ രമേശ് ഈസ് എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.